എടേപ്പുറം SNDP ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗൃഹസദസ്സ് സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം പി തമ്പാൻ ഉദ്ഘാടനം ചെയ്തു. കലാസന്ധ്യയിൽ ബാലവേദി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. എടേപ്പുറം SNDP ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലാണ് 10ാമത് ഗൃഹസദസ്സ് എടേപ്പുറം നേച്ചർ കവലയിൽ കൈപ്പാലത്തിൽ പുഷ്പാകരന്റെ വസതിയിൽ സംഘടിപ്പിച്ചത്. നവമാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തോടെ ഗ്രന്ഥശാലയിലേക്ക് വായനക്കാരുടെ വരവ് കുറവായതിനാലാണ് അക്ഷരം വീട്ടുമുറ്റത്തേക്കെന്ന ആശയവുമായി ഗ്രന്ഥശാല മുന്നോട്ടെത്തിയത്. ഓരോ മേഖലയിലും മാറി മാറി ഓരോ മാസവും ഇടവിട്ട് നടത്തുന്ന ഈ പരിപാടിയിൽ ജനപങ്കാളിത്തം ഏറിവരികയാണെന്നും ഗ്രന്ഥശാല ഭാരവാഹികൾ പറഞ്ഞു. പ്രോഗ്രാമിന്റെ ഉദ്ഘാടനം സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം പി തമ്പാൻ നിർവഹിച്ചു. ഗ്രന്ഥശാല പ്രസിഡന്റ് CK ജയൻ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റസീന നജീബ്, സിമി അഷ്റഫ്, കീഴ്മാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PA മുജീബ്, ഗ്രന്ഥശാല ജോയിന്റ് സെക്രട്ടറി KK സുബ്രഹ്മണ്യൻ, വനിതാവേദി പ്രസിഡന്റ് ജാസ്മിൻ അലി, സെക്രട്ടറി റാണി സനിൽകുമാർ, ബാലവേദി പ്രസിഡന്റ് അഭയ് കൃഷ്ണ, സെക്രട്ടറി റിത മറിയം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബെന്യാമിൻ എഴുതിയ ആടുജീവിതം എന്ന നോവലിന്റെ വായനാനുഭവം അഞ്ജു പ്രിൻസ് പങ്കുവച്ചു. തുടർന്ന് നടന്ന പുസ്തക ചർച്ചയിൽ PG വേണു, KK അശോകൻ, VP ദിലീപൻ, നിബിൻ കുന്നപ്പള്ളി, NS സുധീഷ്, നൌഷാന അയൂബ്, ഷിജി രാജേഷ്, ശ്രീജ സുരേഷ്, നെസ്ലിൻ AA, സിനീജ സുധാകരൻ, വിജയൻ നാറ്റുവീട്ടിൽ, പുഷ്പാകരൻ ചക്കാലക്കൽ, ശിവശങ്കരൻ എന്നിവർ സജീവമായി പങ്കെടുത്തു. ഗ്രന്ഥശാല സെക്രട്ടറി CS അജിതൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് PM അയൂബ് നന്ദിയും പറഞ്ഞു. തുടർന്ന് നടന്ന കലാസന്ധ്യയിൽ ബാലവേദി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബാലവേദി കോർഡിനേറ്റർ ശ്രീനിക സാജു കലാപരിപാടികൾക്ക് നേതൃത്വം നൽകി. രൺദീപ്, പുഷ്പാകരൻ, ഹണി രൺദീപ് എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് സമ്മാനങ്ങളും നൽകി. ന്യൂസ് ബ്യൂറോ, ആലുവ. 1ാം വാർഷികത്തിന്റെ നിറവിൽ നമ്മുടെ സ്വന്തം നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MG Road അഡ്വാൻസ് ബുക്കിംഗിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഭാഗ്യ ദമ്പതികൾക്ക് മലേഷ്യൻ ഹണിമൂൺ ട്രിപ്പ്. മാത്രമല്ല എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ഓഗസ്റ്റ് 17 മുതൽ ഓഗസ്റ്റ് 25 വരെ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.